വിചിന്തനവും ചില ഗുണപാഠങ്ങളും. ഓക്കെ, വൊക്കാബുലറി എൻറിച്ച്മെൻറ്റ് നമുക്ക് നോക്കാം. An old teacher once told me to analyze myself. എൻ്റെ ഒരു പഴയ ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരുനാഥ എന്നോട് പറഞ്ഞു, ടു അനലൈസ് മൈസെൽഫ്, എന്നെ തന്നെ ഒന്ന് അപഗ്രഥിക്കാൻ, എന്നെ തന്നെ ഒന്ന് വിശകലനം ചെയ്യാൻ. നോട്ട് ജസ്റ്റ് അതേഴ്സ്, മറ്റുള്ളവരെ അല്ല. ദാറ്റ് ആൻഷ്യൻ വിസ്ഡം സ്റ്റിൽ ഗൈഡ്സ് മീ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നെ നയിക്കുന്ന ആ ഒരു എൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഒരു പ്രിൻസിപ്പിൾ അതാണ്. അതായത് ദാറ്റ് ആൻഷ്യൻ വിസ്ഡം, ആ ഒരു പഴയ, ആൻഷ്യൻ എന്ന് പറഞ്ഞാൽ പഴയ, പ്രാചീനമായ എന്നൊക്കെയാണ് വേർഡ് മീനിങ്. അന്ന് ടീച്ചർ എന്നോട് പറഞ്ഞ ആ ഒരു വിസ്ഡം, ആ ഒരു ഉപദേശം അല്ലെങ്കിൽ ആ ഒരു വിജയതന്ത്രം സ്റ്റിൽ ഗൈഡ്സ് മീ, അതാണ് എന്നെ ഇപ്പോഴും നയിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് പിന്നെ വൊക്കാബുലറി എൻറിച്ച്മെൻ്റ് ആണ്. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേർഡ്സ് ആണ്, അതിൻ്റെ കോൺസെപ്റ്റ് അല്ല. കോൺസെപ്റ്റ് ചിലപ്പം ക്ലാരിറ്റി ഇല്ലാതെ വരും. ഐ ഫെൽറ്റ് ആങ്കർ ആൻഡ് ആംഗ്രി വെൻ പീപ്പിൾ ഡിസ്മിസ്ഡ് മൈ ഡ്രീംസ്. ആളുകളൊക്കെ എൻ്റെ സ്വപ്നത്തെ കളിയാക്കുകയും വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പം ഞാൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഡിസ്മിസ് എന്ന് പറഞ്ഞാൽ വില കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതിരിക്കുക, കളിയാക്കുക, ഡിസ്മിസ് എന്ന് പറയാം. ബട്ട് ഐ ലേൺ ടു അനൗൺസ് മൈ ഗോൾസ് ആൻഡ് നോട്ട് ലെറ്റ് അനോയൻസ് ഡിക്റ്റേറ്റ് മൈ ജേണി. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഐ ലേൺ ടു അനൗൺസ് മൈ ഗോൾസ്, ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ പഠിച്ചു. ആൻഡ് നോട്ട് ലെറ്റ് അനോയൻസ് ഡിക്റ്റേറ്റ് മൈ ജേണി, മറ്റുള്ള ആളുകളുടെ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവഗണനയോ ഒന്നും എൻ്റെ യാത്രയെ മാർക്കിടാൻ ഞാൻ അനുവദിച്ചില്ല. ഡിക്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾക്കൊക്കെ ഡിക്റ്റേഷൻ കൊടുക്കില്ലേ, കേട്ടയത്ത്. ഇവിടെ ആശയാർത്ഥം മറ്റുള്ളവർക്കൊന്നും അതിനെ മാർക്കിടാനൊന്നും ഞാൻ അനുവാദം കൊടുത്തില്ല. ഞാൻ എൻ്റേതായ ഒരു പാതയിൽ സഞ്ചരിച്ചു. ഐ മേഡ് ആൻ ആനുവൽ കമ്മിറ്റ്മെൻറ്റ് ടു ആൻസർ ടഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ് ചേഞ്ച്. ഞാനൊരു വാർഷിക കമ്മിറ്റ്മെൻ്റ് എടുത്തു, അതായത് ഒരു വർഷത്തേക്ക് ഞാൻ കമ്മിറ്റഡായി. ടു ആൻസർ ടഫ് ക്വസ്റ്റ്യൻസ്, വളരെ പ്രയാസകരമായിട്ട് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ആൻഡ് ആൻറ്റിസിപ്പേറ്റ് ചേഞ്ച്, മാറ്റങ്ങൾ അതുപോലെ തന്നെ മനസ്സിൽ നേരത്തെ കാണാൻ. ആൻറ്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ മനസ്സിൽ കാണുന്ന തന്നെ ആൻറ്റിസിപ്പേറ്റ് എന്ന് പറയാം. ചില ഭയത്തിനൊക്കെ പറയും ആൻറ്റിസിപ്പേറ്ററി അപ്രിഹെൻഷൻ, അതായത് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അവിടെ പോയാൽ എന്തോ സംഭവിക്കുമോ എന്നുള്ളൊരു പേടി. ഐ ടോൾഡ് എനിവൺ വില്ലിംഗ് ടു ലിസൺ, എന്നെ കേൾക്കാൻ തയ്യാറായ എല്ലാ ആളുകളോടും ഞാൻ പറഞ്ഞു, യു ക്യാൻ ഡു എനിത്തിങ്, നിങ്ങൾക്ക് എന്തും ചെയ്യാം. എനി ഹൗ, എങ്ങനെയും, എനിവർ, എവിടെയും. ഞാൻ എൻ്റെ ഒരു ഗോളുമായി മുന്നോട്ട് പോകും. സ്റ്റേ അപ്പാർട്ട് ഫ്രം നെഗറ്റിവിറ്റി, നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ നിന്ന്, ആളുകൾ നെഗറ്റീവ് പറയുന്നതൊക്കെ മാറിയിരിക്കുക. മൈ അപ്പാർട്ട്മെൻറ്റ് ഇൻ എ ക്രൗഡഡ് സിറ്റി റിമൈൻഡഡ് മീ ടു അപ്പോളജൈസ് ഓഫൺ ആൻഡ് ആക്സെപ്റ്റ് അപ്പോളജീസ് ടു. ഒരുപാട് ആളുകൾ കൂടിയ ക്രൗഡഡ് ആയ ഒരു സിറ്റിയിലായിരുന്നു എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അത് എന്നെ എന്താക്കി ഓർമ്മിപ്പിച്ചു, ടു മീ അപ്പോളജൈസ് ഓഫൺ, പറ്റുന്ന തെറ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഏറ്റു പറയാം, സ്വയം വിമർശിക്കുക, സ്വയം അനലൈസ് ചെയ്യുക. ആൻഡ് ആക്സെപ്റ്റ് അപ്പോളജീസ് ടു, ഇങ്ങോട്ട് ആരെങ്കിലും മാപ്പ് ചോദിച്ചാൽ അത് സ്വീകരിക്കുകയും ചെയ്യുക. ഇതാണ് വിജയത്തിൻ്റെ തന്ത്രം. ഓക്കെ, നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്.